Hello dear students, welcome back to School at Home. Today we are going to discuss about double circulation, portal circulation, pulse, heartbeat and blood pressure. First we are move on to the double circulation process. What do you mean by a double circulation? എന്താണ് double circulation കൊണ്ട് അർത്ഥമാക്കുന്നത്? Double circulation means ദ്വിപര്യനം. രണ്ട് രീതിയിൽ നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡബിൾ സർക്കുലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് പാസസ് ട്വൈസ് ത്രൂ ദി ഹാർട്ട് ചാമ്പേഴ്സ് ആസ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡിയോക്സിജനേറ്റഡ്. ശുദ്ധരക്തവും അശുദ്ധരക്തവും സെയിം ക്വാണ്ടിറ്റിയിൽ ഒരേ അളവിലുള്ള രക്തമാണ്. ഈ രക്തം നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സിലൂടെ 2 പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്. ബ്ലഡ് സർക്കുലേറ്റ്സ് ത്രൂ ദി ചാമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട് ഇൻ 2 ways. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി ഈ 2 രീതിയിൽ ബ്ലഡ് നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ ഓക്സിജനേഷൻ ഓഫ് ദി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ടു സപ്ലൈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബോഡി. ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് 2 പ്രാവശ്യം നമ്മുടെ ഹാർട്ടിലൂടെ നോക്കാം. ഫോർ ഓക്സിജനേഷൻ ഓഫ് ദി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള, അതായത് അശുദ്ധരക്തമായിട്ടുള്ള രക്തത്തെ ഓക്സിജനേറ്റ് ചെയ്യാൻ, ശുദ്ധരക്തമാക്കാനും അങ്ങനെ ഉണ്ടാകുന്ന ശുദ്ധരക്തത്തെ ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക്, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സിലൂടെ 2 രീതിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഡബിൾ സർക്കുലേഷൻ ഇൻക്ലൂഡ്സ് സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. 2 രീതിയിലാണ് ഡബിൾ സർക്കുലേഷൻ നടക്കുന്നത്. അതാണ് സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും. സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ ദി റൈറ്റ് ഏട്രിയം. സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. അത് അവസാനിക്കുന്നതോ റൈറ്റ് ഏട്രിയത്തിലേക്കും. So, systemic circulation starts from the left ventricle and ends in the right atrium. The circulation which starts from the right ventricle and ends in left atrium is called as pulmonary circulation. ഇനി എന്താണ് പൾമണറി സർക്കുലേഷൻ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന ആ ഒരു സർക്കുലേഷനെ പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. ഈ പൾമണറി എന്ന വേർഡ് ലങ്സുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നോക്കാം ഈ 2 സർക്കുലേഷനും എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് ചാമ്പേഴ്സിലൂടെ നടക്കുന്നതെന്ന്. സോ ഫസ്റ്റ് ഇസ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ, അല്ലേ? റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളുള്ളത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. ദാറ്റ് മീൻസ് കാർബൺ ഡയോക്സൈഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള ബ്ലഡാണ് റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ടാവുന്നത്. This deoxygenated blood passes through the pulmonary artery to the lungs. ലങ്സിലേക്ക് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി എവിടേക്കെത്തും? ലങ്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ദ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ passes into the lungs through the pulmonary artery. And the blood gets oxygenated. Further oxygenated blood is carried by 4 pulmonary veins into the left atrium. ലങ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡായി മാറും. സോ കാർബൺ ഡയോക്സൈഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പിന്നെ എന്തായി മാറും? ഓക്സിജനേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. എവിടെ വെച്ച്? ലങ്സിൽ വെച്ച്. അതിനുശേഷം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് 4 ടൈപ്പ് ഓഫ് പൾമണറി വെയിൻസ് ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൾമണറി വെയിൻസ് ഉണ്ട് നമ്മുടെ ഹാർട്ടിന്. ആ ഒരു 4 ടൈപ്പ് ഓഫ് പൾമണറി വെയിൻസ് വഴി എവിടേക്ക് എത്തും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. So, this circulation is called pulmonary circulation. It is start from right ventricle and ends in left atrium. And next is about systemic circulation. The systemic circulation starts from left ventricle and ends in right atrium. So, ഇപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ആ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തിയാണ് ഇരിക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ആണ്. ദിസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ is pumped through the aorta into the different part of the body. ലെഫ്റ്റ് വെൻട്രിക്കിലുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അയോട്ട വഴി ത്രൂ ദി അയോട്ട റീച്ചസ് ഇൻ ടു ദി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴിയാണ്, മഹാധമനി എന്ന് മലയാളത്തിൽ പറയും, അയോട്ട വഴി എവിടേക്കെത്തും? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. ആഫ്റ്റർ സപ്ലൈങ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്, ബ്ലഡ് റിസീവ്സ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗെറ്റ്സ് ഡീഓക്സിജനേറ്റഡ്. ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും, നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നത് വഴി ഓക്സിജൻ എല്ലാം
ടിഷ്യൂസിലേക്ക് കലകളിലേക്ക് എത്തിച്ചേരുകയും കാർബൺ ഡയോക്സൈഡിനെ ബ്ലഡ് റിസീവ് ചെയ്തിട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചതിന് ശേഷം കാർബൺ ഡയോക്സൈഡായിട്ട് കലർന്നിട്ട് ഡീഓക്സിജനേറ്റഡ് ആവും, ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ആവും. ദിസ് ബ്ലഡ് റീച്ചസ് ഇൻ ടു ദി റൈറ്റ് ഏട്രിയം. ഈ ഒരു ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിച്ചേരുന്നത് ത്രൂ ദി വീന കാവാസ്. സോ ദിസ് സർക്കുലേഷൻ ഈസ് സ്റ്റാർട്ട്സ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് എൻഡ്സ് ഇൻ റൈറ്റ് ഏട്രിയം. നെക്സ്റ്റ് ഈസ് അബൌട്ട് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ദി ഹാർട്ട്. How do the simple nutrients which are absorbed into the blood from the small intestine reach heart? അതായത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ലഘുപോഷക ഘടകങ്ങൾ സിമ്പിൾ ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എങ്ങനെയാണ് ഹാർട്ടിലേക്ക് എത്തുന്നത്? അത് പഠിക്കാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് പോർട്ടൽ സർക്കുലേഷൻ. വാട്ട് ഈസ് പോർട്ടൽ സർക്കുലേഷൻ? Certain veins do not reach the heart and they carry blood from organ to organ. ചില വെയിൻസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില വെയിനുകൾ എന്തിലേക്ക് എത്തില്ല? ഹാർട്ടിലേക്ക് നേരിട്ടെത്തില്ല. അതിന് പകരമായിട്ട് അവ ബ്ലഡ് ഒരു ഓർഗാനിൽ നിന്ന് മറ്റൊരു ഓർഗാനിലേക്ക്, ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സച്ച് വെയിൻസ് ആർ കോൾഡ് പോർട്ടൽ വെയിൻസ്. അങ്ങനെ ഒരു ഓർഗാനിൽ നിന്ന് മറ്റൊരു ഓർഗാനിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന വെയിൻസിനെ പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻസ്. They begins from one organ as capillaries and ends in another organ as capillaries. അതായത് ഈ പോർട്ടൽ വെയിൻസ് ഒരു ഓർഗനിൽ കാപ്പിലറീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അത് അവസാനിക്കുന്നത് മറ്റൊരു ഓർഗനിലെ കാപ്പിലറി ആയിട്ടാണ്. പോർട്ടൽ സിസ്റ്റം ഈസ് ദ സിസ്റ്റം ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഇൻ വിച്ച് പോർട്ടൽ വെയിൻസ് ആർ ഇൻക്ലൂഡ്. പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആണ്. അതിൽ പോർട്ടൽ വെയിൻസ് ഉണ്ടായിരിക്കും. സോ പോർട്ടൽ വെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന് പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം. അതിന് എക്സാമ്പിളാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. സോ പോർട്ടൽ സർക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോർട്ടൽ വെയിൻസ് അടങ്ങിയിട്ടുള്ള ഒരു സർക്കുലേഷൻ പ്രോസസ്സാണ് പോർട്ടൽ സർക്കുലേഷൻ. പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത് ബ്ലഡ് നേരിട്ട് ഹാർട്ടിലേക്ക് എത്താതെ ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് ബ്ലഡിൻ്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്ന വെയിൻസിനെയാണ് പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത്. ആ ഒരു വെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പിലറി ആയിട്ടായിരിക്കും ഒരു ഓർഗാനിൽ, അതുപോലെ അത് എൻഡ് ചെയ്യുന്നത് മറ്റൊരു ഓർഗാനിൽ കാപ്പിലറി ആയിട്ട് തന്നെയായിരിക്കും. നമുക്കതൊരു എക്സാമ്പിളിലൂടെ പറയാം. ദ ബ്ലഡ് ഫ്രം ദി കാപ്പിലറീസ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ is moved into the hepatic portal vein and it is transformed to the capillaries in the liver. From this liver, it is transformed to the vena cava through the hepatic vein and finally reaches into the heart. എന്താണ് ഈ സംഭവം? ഇൻറ്റസ്റ്റൈൻ ദെൻ ലിവർ, ഇത് രണ്ടും രണ്ട് ഓർഗനാണ് അല്ലേ? പോർട്ടൽ വെയിൻസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ബിഗിൻ ചെയ്യാണ് ചെയ്യുന്നത് ആസ് എ കാപ്പിലറീസ് ഇൻ ദി ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ ഒരു ഓർഗൻ അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻറ്റസ്റ്റൈനിലെ ഈ ഒരു ഓർഗനിലെ കാപ്പിലറീസ് ആയിട്ട് ഈ പോർട്ടൽ വെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് through the hepatic portal vein, the blood is transformed into the capillaries in the liver. ലിവറിലെ കാപ്പിലറീസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ഈ പോർട്ടൽ വെയിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്? കാപ്പിലറി ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? സോ ലിവർ എന്ന് പറയുന്നത് മറ്റൊരു ഓർഗനിലാണ്, ഇവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ദിസ് ബ്ലഡ് is transformed to the hepatic vein and finally reaches into the heart through the vena cava. അങ്ങനെ അവസാനമാണ് ഹാർട്ടിലേക്ക് എത്തിച്ചേരുന്നത്. സോ ഒരു ഓർഗാനിൽ നിന്ന് മറ്റൊരു ഓർഗാനിലേക്ക് ഇങ്ങനെ കാപ്പിലറീസ് വഴി കണക്ട് ചെയ്തിട്ടാണ് പിന്നീട് ഹെപ്പാറ്റിക് വെയിൻ വഴി ദെൻ വീനക്കാവ് വഴി ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിച്ചേരുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഈസ് നോൺ ആസ് പോർട്ടൽ സർക്കുലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോർട്ടൽ വെയിൻ. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, ഹാവ് യു എവർ തോട്ട് വൈ സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ? എന്തുകൊണ്ടാണ് സിമ്പിൾ ന്യൂട്രിയൻസ് ലഘുപോഷകഘടകങ്ങൾ ലിവർ എന്ന ഓർഗനിലേക്ക് എത്തുന്നത്? നമുക്ക് നോക്കാം എന്താണ് അതിന് കാരണമെന്ന്. ലിവർ ഇസ് ദി സെൻറ്റർ ഓഫ് മെറ്റാബോളിസം. മെറ്റാബോളിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ലിവർ എന്ന് പറയുന്നത്. സിമ്പിൾ ന്യൂട്രിയൻസ് അണ്ടർഗോ സെവറൽ ചേഞ്ചസ് ഇൻ ദി ലിവർ. ലിവറിൽ വെച്ച് ഇങ്ങനെയുള്ള സിമ്പിൾ ന്യൂട്രിയൻസിന് പല മാറ്റങ്ങളും സംഭവിക്കാം. സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ, റിലീസിംഗ് എനർജി ഫ്രം ഫാറ്റി ആസിഡ്സ്, പ്രൊഡ്യൂസിംഗ് കൊളസ്ട്രോൾ എറ്റ്സെട്ര സച്ച് ചേഞ്ചസ്. സോ ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് അല്ലേ? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റലും ഫാറ്റി ആസിഡിന് എനർജിയെ റിലീസ് ചെയ്യലും കൊളസ്ട്രോളിൻ്റെ നിർമ്മാണവും ഈ ഒരു ലിവറിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ലിവറിലേക്ക് സിമ്പിൾ ന്യൂട്രിയൻസ് എത്തുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഹാർട്ട് ബീറ്റ്, pulse and blood pressure. One systole and the subsequent diastole together constitute a heartbeat. നമ്മുടെ ഹൃദയസ്പന്ദനം, ഹൃദയമിടിപ്പ്, ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും ചേർന്നതാണ്. നമുക്ക്
നോക്കാം എന്താണ് ഈ സിസ്റ്റോളും ഡയസ്റ്റോളും എന്ന്. സോ ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. 0.8 സെക്കൻഡാണ് ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം. കൺട്രാക്ഷൻ ഓഫ് ദി ചാമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട് ഇസ് ടേംഡ് ആസ് സിസ്റ്റോൾ. ഹാർട്ട് ചാമ്പേഴ്സിൻ്റെ നമുക്കറിയാം ഹാർട്ട് ചാമ്പേഴ്സ് എത്രയാണ്? 4 എണ്ണമാണ് അല്ലേ. ഈ ഒരു ഹാർട്ട് ചാമ്പേഴ്സിൻ്റെ കൺട്രാക്ഷൻ സങ്കോചനമാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. സോ സിസ്റ്റോൾ എന്ന് പറയുന്നത് എന്താണ്? കൺട്രാക്ഷൻ ഓഫ് ദി ചാമ്പേഴ്സ് ഓഫ് അവർ ഹാർട്ട്. ഡ്യൂറിംഗ് ദിസ് ഫേസ് ബ്ലഡ് ഫ്ലോസ് ഫ്രം ദി ഏട്രിയ ടു ദി വെൻട്രിക്കിൾസ് ആൻഡ് ഫ്രം ദി വെൻട്രിക്കിൾസ് ടു ഔട്ട്സൈഡ്. അപ്പോൾ സിസ്റ്റോൾ എന്ന പറയുന്ന ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഏട്രിയയിൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തും. ദെൻ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്കും പോകും. സോ ഈ ഒരു സമയമാണ് ഒരു സിസ്റ്റോൾ എന്ന് പറയുന്നത്. സോ വൺ സിസ്റ്റോൾ മീൻസ് എന്താണ്? ബ്ലഡ് ഫ്ലോസ് ഫ്രം ദി ഏട്രിയ ടു ദി വെൻട്രിക്കിൾ. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും, അതുപോലെ വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്കും പോകും. ഈ ഒരു ടൈമാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. സബ്സിക്വൻ്റ്ലി അലോങ് വിത്ത് ദി ഏട്രിയ ദ വെൻട്രിക്കിൾസ് ഓൾസോ റിലാക്സ് അല്ലേ. ഏട്രിയയിൽ നിന്ന് ബ്ലഡ് പോകുമ്പോൾ ഏട്രിയ എന്ത് ചെയ്തു? റിലാക്സ്ഡ് ആയി. ഇപ്പോൾ ബ്ലഡ് ഇരിക്കുന്നത് എവിടെയാണ്? വെൻട്രിക്കിളിലാണ്. ദെൻ വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് പോകുന്നുണ്ട്. സോ ഏട്രിയോടൊപ്പം തന്നെ വെൻട്രിക്കിളും എന്തായി? റിലാക്സ്ഡ് മോഡായി. ദിസ് സ്റ്റേജ് ഓഫ് റിലാക്സേഷൻ ഈസ് ടേംഡ് ആസ് ഡയസ്റ്റോൾ. അങ്ങനെ ഇരിക്കുന്ന ആ റിലാക്സ് മോഡാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഫേസ് ചാമ്പേഴ്സ് ഓഫ് ദി ഹാർട്ട് ഗെറ്റ് ഫിൽഡ് വിത്ത് ബ്ലഡ്. ഈ ഒരു സ്റ്റേജിൽ ബ്ലഡ് എന്ത് ചെയ്യും? എല്ലാ ചാമ്പേഴ്സിലേക്കും, ഹാർട്ടിലെ എല്ലാ ചാമ്പേഴ്സിലേക്കും വന്ന് നിറയാൻ ചെയ്യുന്നത്. ആ വന്ന് നിറയാൻ എടുക്കുന്ന ആ ഒരു ടൈമാണ് എന്ത് പറയുന്നത്? ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. സോ വൺ സിസ്റ്റോൾ and one diastole together known as a heartbeat. The heart beats at an average rate of 72 times per minute. ഒരു മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് ഒരു നോർമൽ ഹെൽത്തി മാൻ ആണെങ്കിൽ. The wave like movement formed due to the contraction and relaxation of the heart is felt throughout the walls of arteries. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ്, ദാറ്റ് മീൻസ് സിസ്റ്റോളും ഡയസ്റ്റോളും നടക്കുമ്പോൾ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നമ്മുടെ വോൾ ഓഫ് ആർട്ടറീസിൽ സംഭവിക്കും. ധമനി ആർട്ടറികളുടെ വോൾ ഭിത്തിയിൽ സംഭവിക്കും. എന്താണ്ടാവുന്നത്? ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്. എപ്പോൾ? നമ്മുടെ ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് വഴി ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ആർട്ടറികളുടെ വോളിൽ സംഭവിക്കുന്നു. അതിനെയാണ് പൾസ് എന്ന് പറയുന്നത്. സോ the wave-like movement formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries is called as pulse. The rate of pulse is equivalent to the heartbeat. ഹാർട്ട് ബീറ്റിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും നമ്മുടെ പൾസ് എന്ന് പറയുന്നത്. ഇതാണ് സ്വിഗ്മോ മാനോമീറ്റർ. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ളതാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മിക്ക ഡോക്ടേഴ്സും നമ്മൾ പോകുമ്പോൾ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്വിഗ്മോ മാനോമീറ്റർ വെച്ചിട്ടാണ് പ്രഷർ ചെക്ക് ചെയ്യാറ്. അതുപോലെ തന്നെ ഇതാണ് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഈ ഒരു മെഷർമെൻറ്റും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇതും BP ചെക്ക് ചെയ്യാനുള്ളതാണ്. About 70 ml of blood is pumped into the arteries every time the heart contracts. നമ്മുടെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ, സങ്കോചിക്കുമ്പോൾ എല്ലാ തവണയും 70 ml ബ്ലഡ്, 70 ml ഓഫ് ബ്ലഡ് ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. The pressure exerted by this excess blood on the walls of the arteries is systolic pressure. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആർട്ടറീസിലേക്ക് 70 ml ഓഫ് ബ്ലഡ് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് പമ്പ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷറിനെ പറയുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. ദിസ് ഇസ് 120 mmHg. ഈ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. വെൻ ദ ഹാർട്ട് ഡയലേറ്റ്സ് ഫുള്ളി ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് എൻറ്റേഴ്സ് ടു ദി ഹാർട്ട്. ഇനി ഹാർട്ട് ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, വിശ്രമാവസ്ഥ ആവുകയാണെങ്കിൽ ഇതേ സെയിം ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ലോ പ്രഷർ ആർട്ടറീസിലുണ്ടാകുന്ന മാറ്റമാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ദ ലോ പ്രഷർ ഫെൽറ്റ് ഇൻ ദി ആർട്ടറീസ് ഡ്യൂറിംഗ് ദി ഡയലേഷൻ ഓഫ് ദി ഹാർട്ട് is known as diastolic pressure. This is 80 mmHg. അതായത് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ചെറിയൊരു പ്രഷറാണ്. അത് 80 mmHg ഉള്ളൂ. എന്നാൽ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് പമ്പ് ചെയ്യുകയാണ് അല്ലേ, ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആയിരിക്കും. അത് 120 mmHg ആണ്. The blood pressure of an individual is stated in terms of these two pressure. സോ ഒരു ആരോഗ്യവാനായിട്ടുള്ള, നോർമലായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രഷർ എന്ന് പറയുന്നത്, നോർമൽ പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആയിരിക്കും. സ്വിഗ്മോ മാനോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഉപകരണത്തിന് പറയുന്ന പേരാണ് സ്വിഗ്മോ മാനോമീറ്റർ. ഒപ്പം ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആയിട്ടുള്ള ആ ഒരു ഇതും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ. നെക്സ്റ്റ് ഈസ് അബൌട്ട് വേരിയേഷൻ ഇൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ബാധിക്കുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. You might have understood that the desired rate of blood pressure is 120/80 mmHg.
അതായത് നോർമലായിട്ടുള്ള ഹെൽത്തി മാന് വേണ്ട ഒരു ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് 120/80 mmHg ആണ്. ഇതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. The condition in which the blood pressure increases above the normal rate is a disease condition called hypertension. അതായത് ബ്ലഡ് പ്രഷർ ഈ പറയുന്ന 120/80 mmHg ആണ് ഒരു നോർമൽ മാൻ വേണ്ടത്. എന്നാൽ ഈ നോർമലിൽ നിന്ന് കൂടുകയാണെങ്കിൽ, ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ്, ആ ഒരു ഡിസീസിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന്. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു മെനി റീസൺ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അൺഹെൽത്തി ഹാബിറ്റ്സ് സച്ച് ആസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ് ഓഫൺ ലീഡ് ടു ഹൈ ബ്ലഡ് പ്രഷർ. എന്തെല്ലാമാണ് ഇനി ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ കാരണം? നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉപ്പും അതുപോലെ കൊഴുപ്പും ഉപയോഗിക്കുക, അത് ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ കാരണമാകും. സ്മോക്ക് ചെയ്യുക, പുകവലിക്കുന്നത്, ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമം ഇല്ലാതാകുക, ഇതെല്ലാം ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് പ്രഷർ റേറ്റ്സ് ഗോസ് ബിലോ ദി പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് കോൾഡ് ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോ മീൻസ് കുറവ് എന്നാണ്. അതായത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ് ഒരു നോർമൽ ഉള്ളത്. അതിലും കുറവാണെങ്കിൽ ആ ഒരു ഡിസീസാണ് ഹൈപ്പോ ടെൻഷൻ. ഇഫ് നോട്ട് റെഗുലേറ്റഡ്, ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പർടെൻഷൻ മേ ലീഡ് ടു സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ, ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഈ ഡിസീസസ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സ്ട്രോക്കും, അതായത് ഹൃദയാഘാതവും അതുപോലെ തന്നെ പക്ഷാഘാതവും, ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം, പക്ഷാഘാതം ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ഓൾ അബൌട്ട് വേരിയേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡബിൾ സർക്കുലേഷൻ, പോർട്ടൽ സർക്കുലേഷൻ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.